മസാല ബോണ്ട് ഇടപാടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ ഇഡി നടപടി നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണെന്നാണ് ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിപിൻ, ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിനെതിരെയാണല്ലോ ഇപ്പോൾ കിഫ്ബി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഹർജി ഇന്ന് തന്നെ കോടതി പരിഗണിക്കുമെന്ന് അറിയുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്ന് തന്നെ ഹർജി പരിഗണിക്കും. ഇപ്പോൾ ഇഡിക്കെതിരെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത് പരിഗണിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ പ്രധാനമായും പറയുന്നത് ഇത് വസ്തുതാപരമല്ല ഈ ഇഡി നോട്ടീസ് അയച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിയമവിരുദ്ധവുമായിട്ടാണ് ഈ നോട്ടീസ് അയച്ചത്. മുഖ്യമന്ത്രി, അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെ 4 പേർക്കായിരുന്നു ഇഡി നോട്ടീസ് അയച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ച തുക അതുപയോഗിച്ച് ഭൂമി വാങ്ങുകയായിരുന്നു. ഈ ഭൂമി വാങ്ങിയത് അത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് അയച്ചിരുന്നത്. അതിൽ മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതും ഒപ്പം തന്നെ ഇഡിയുടെ നോട്ടീസ് വന്നാൽ മുട്ടുപിറയ്ക്കുമോ എന്നുള്ളതുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുചോദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഇഡിക്കെതിരെ കിഫ്ബി ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നു. അതിലും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു നോട്ടീസിൽ വരാനുള്ള ഒരു കാരണം വികസന പദ്ധതികൾക്കായി സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല, അത് വികസനത്തിന്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇഡിയുടെ ഈ നോട്ടീസ് അയക്കൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക്. മസാല ബോണ്ട് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കുമെന്നാണ് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.